ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മുഫക്കിറ എഴുതിയിട്ടുണ്ടായിരുന്നു കിഷോറിൻ്റെ. ഇനി നമ്മൾ ഇന്ന് പുതിയ ഒരു പാഠഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി മുഫക്കിർക്ക് ശേഷം ഇവിടെ വേറൊരു ആക്ടിവിറ്റി കൂടിയുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ഇതിലൊരു പ്രവർത്തനം, കാന ബൈത്തു കിഷോർ, കിഷോറിൻ്റെ വീടായിരുന്നു യഖൗഫിൽ ഖറിയ, ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്തത്, അതായത് ഗ്രാമത്തിലാണ് ഉണ്ടായിരുന്നത്. ബുനിയ സഖഫുൽ ബൈറ്റ്സ്, വീടിൻ്റെ മച്ച്, മിൻ വറഖിൻ, എന്തുകൊണ്ടാണ്? ഇല കൊണ്ട്, മിൻ വറഖി ജൗസിൻ, വറഖി ജൗസ് തെങ്ങിൻ്റെ ഇല കൊണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് പട്ട കൊണ്ട്, അൽ ഹിന്ദ്, ജൗസുൽ ഹിന്ദ് പറഞ്ഞാൽ തെങ്ങ്, അതായത് പട്ടപ്പര കൊണ്ട് മേഞ്ഞ വീടായിരുന്നു. എന്തമാ യഷ്തദ്ദുൽ മത്തർ, മഴ കൂടിക്കഴിഞ്ഞാൽ യതസറബുൽ വെള്ളം ഒഴുകും, ഇലാ ദാഖിലിൽ ബൈത്ത്, വീട്ടിൻ്റെ ഉള്ളിലേക്ക്, അല്ലത്തി ബുനിയത് ജുദറാനുഹു, അതിൻ്റെ എന്താണ് ചുമര് നിർമ്മിച്ചിരിക്കുന്നത്, മിനത്തീൻ, മണ്ണ് കൊണ്ടും, വൽ ബാമ്പു എന്ന് പറഞ്ഞാൽ നമ്മളെ മുള കൊണ്ടുമാണ്. ലൈസ ഫീഹി മിസ്ബാഹുൻ കഹുർബാവിൻ്റെ വീട്ടിൽ എന്തില്ല, ഒരു എന്താണ് ഇലക്ട്രിക് ലൈറ്റില്ല. യദറുസു കിഷോർ പഠിക്കുന്നു, വൈഹ്വത്തുഹു, അവൻ്റെ എന്താണ് സഹോദരങ്ങളും, ബിനൂരി മിസ്ബാഹിൻ, വിളക്കിൻ്റെ വെട്ടത്തിലാണ്, സൈത്തീൻ, മിസ്ബാഹിൻ സൈത്തീൻ, സൈത്ത് എന്ന് പറഞ്ഞാൽ എണ്ണ, സൈത്ത് എന്ന് വെച്ചാൽ എണ്ണ കേട്ടോ. ബിനൂരി മിസ്ബാഹിൻ സൈത്തി, എണ്ണ, അതായത് മണ്ണെണ്ണ വിളക്ക് എന്ന് പറയില്ലേ, അതിൻ്റെ ഒപ്പം. അമാമൽ ബൈറ്റ്സ്, വീടിൻ്റെ മുമ്പിൽ മസ്റ, ഒരു തോട്ടമുണ്ട്. കാനത്ത് വാലിദത്തുഹു, അവൻ്റെ ഉമ്മ, കിഷോറിൻ്റെ അമ്മ, തഅമലു ഫിഹ, അവിടെയാണ് ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഇതിൽ കുറച്ച് വാക്കുകൾ എന്താണ് റദ്ദ് നടത്തി കൊടുത്തിട്ടുണ്ട് അല്ലേ. സഖഫുൽ ബൈത്ത്, ജൗസുൽ ഹിന്ദ്, ദാഖിലുൽ ബൈറ്റ്സ്, പിന്നെ നൂരി മിസ്ബാഹ്, അമാമൽ ബൈറ്റ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത നിങ്ങളൊരു സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലൊരു പ്രത്യേകത കാണാൻ പറ്റും. ഇതിലെ രണ്ടാമത്തെ, ഈ റെഡ് ഇട്ടതിലെ രണ്ടാമത്തെ വാക്കിനൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ആരെങ്കിലും പറയുമോ? ആരാണ്? ഓക്കെ, എല്ലാത്തിൻ്റെയും രണ്ടാമത്തെ വാക്ക്, അതായത് അൽ ബൈത്തി അല്ലേ, കസ്റാണ്. ഇവിടെ അൽ ഹിന്ദി എന്നാണുള്ളത് കേട്ടോ, അത് കസ്ർ കിട്ടിയിട്ടില്ല ബുക്കിൽ. ഇവിടെ നോക്കുക, ദാഖിലൽ ബൈത്തി, നൂരി മിസ്ബാഹിൻ, പിന്നെ അമാമൽ ബൈത്തി, മനസ്സിലായോ? അതായത് ഇതിന് എല്ലാത്തിൻ്റെയും രണ്ടാമത്തെ വാക്ക് കസ്റായി. ഇവിടെ സഖഫ് എന്ന് വെച്ചാൽ എന്താണ്? സഖഫ് എന്ന് വെച്ചാൽ മേൽക്കൂര, ബൈത്ത് എന്ന് വെച്ചാൽ വീട് അല്ലേ. അപ്പോൾ മേൽക്കൂര വീട് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല അല്ലേ. അപ്പോൾ നമ്മളതിനെ അർത്ഥം കിട്ടുന്നപ്പോഴാണ് സത്യത്തിൽ ഈ കെസ്റിടുന്നതോടുകൂടി വീടിൻ്റെന്ന് കിട്ടി അല്ലേ. ഈ കെസ്റിടുന്നതോടുകൂടി ഇതിനർത്ഥം എന്ത് വരും? ഇൻ്റെ എന്ന് വരും. അപ്പോൾ വീട് ഇൻ്റെ മേൽക്കൂര, വീടിൻ്റെ മേൽക്കൂര അല്ലേ. പിന്നെ ജൗസുൽ ഹിന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വാൽനട്ട് എന്നാണ് പറയുക. അതായത് വാൽനട്ട് എന്ന് പറഞ്ഞാൽ ഒരു തിന്നണ സാധനമുണ്ടല്ലോ, അതായത് വാൽനട്ട്. അപ്പോൾ ഇന്ത്യയുടെ വാൽനട്ട് എന്നാണ് പറയുന്നത് അതിനെ, അതായത് ഇന്ത്യയുടെ ഒരു പ്രധാന വൃക്ഷം. അതുകൊണ്ട് നമ്മളതിനെ എന്ന് പറയണോ, തെങ്ങ് എന്ന് പറയണം. അപ്പോൾ ഇന്ത്യയുടെ എന്നാണ് ഇവിടെ ഉള്ളത്, അൽ ഹിന്ദി കേട്ടോ. പിന്നെ ദാഖിലൽ ബൈത്ത്, ദാഖില എന്ന് വെച്ചാൽ ഉള്ളിൽ, ബൈത്ത് വീട്. അപ്പോൾ ഉള്ളിൽ വീട് എന്നല്ലല്ലോ, വീടിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഇന്ത്യ എന്ന് കിട്ടാൻ വേണ്ടി നമ്മളിവിടെയാണ് കെസ്ർ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഇന്ത്യ. അതുപോലെ നൂറ് എന്ന് വെച്ചാൽ എന്താ, വെട്ടം. മിസ്ബാഹ് വിളക്ക്, അപ്പോൾ വിളക്കിൻ്റെ വെട്ടം, വിളക്കിൻ്റെ എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്തു? ഫതഹ് അല്ല കെസ്ർ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ കെസ്ർ തൻവീൻ. അമാമൽ ബൈറ്റ്സ്, അമാമ എന്ന് വെച്ചാൽ മുമ്പിൽ, ബൈത്ത് എന്ന് വെച്ചാൽ വീട്, അപ്പോൾ വീടിൻ്റെ മുമ്പിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതിന് പറയുന്നൊരു പേരുണ്ട്. ഇങ്ങനെ വരുന്ന വാക്കുകൾക്ക് ഇതിൽ ആദ്യത്തെ ഭാഗത്തിനെ നമ്മൾ എന്താ പറയുകയെന്നറിയോ? ഇതിൽ ഒന്നാമത്തെ വാക്ക്, അതായത് അതിനെ എന്താ പറയുക? ഈ നൂർ എന്ന വാക്ക് മുലാഫാണ്. എന്താ പറയുക? മുലാഫ്. നൂറിനെ നമ്മൾ ഏതിലേക്ക് ചേർത്തു? മിസ്ബാഹിലേക്ക് ചേർത്തു. അപ്പോൾ നമ്മളതിനെ മുലാഫ് ഇലൈഹി എന്ന് പറയും. മനസ്സിലായോ കേട്ടോ? അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെ പാരഗ്രാഫ് തന്നിട്ട്
നിങ്ങൾക്ക് ഇത് 2 കോളം തന്നിട്ട് അതിൽ മുലാഫ് മുലാഫ് ഇലൈഹി തിരിച്ച് എഴുതാൻ പറയും. ചിലപ്പോൾ മുലാഫ് തരും, ചിലപ്പോൾ മുലാഫ് ഇലൈഹി തരില്ല. അപ്പോൾ അതിൻ്റെ മുലാഫ് ഇലൈഹി നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും വരിക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എപ്പോഴും രണ്ടാമത്തെ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കെസ്റോ തൻവീനോ കൊടുക്കണം. കെസ്റ് കൊടുക്കണം എപ്പോഴാണ്? അവസാനത്തെ ആ വാക്കിന് അലിഫിലാം ഉണ്ടെങ്കിൽ ഒറ്റ കെസ്റേ കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ വാക്കിന് ഇവിടെ അലിഫിലാം ഇല്ലാത്തതുകൊണ്ട് കെസ്റ് തൻവീൻ കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. ഇവിടെ നോക്ക്, ഈ അതിലെ മുലാഫ് മുലാഫ് ഇലൈഹിക്ക് ചേർത്ത് എഴുതിക്കണം. സഖഫ് മുലാഫ്, അൽ ബൈത്തി മുലാഫ് ഇലൈഹി. ഓക്കെ. വറക്ക് ഇല, ജൗസിൽ ഹിന്ദ്, ജൗസി അല്ലേ? ഇവിടെ ഇതാണ് ജൗസിൽ, ഇന്ത്യയുടെ വാൾനട്ട്. ശരിക്കും ഇവിടെ വറക്ക് എന്ന വാക്കും കൂടി റെഡിൽ കൊടുക്കണം. വറക്കി ജൗസി, കണ്ടോ? തെങ്ങിൻ്റെ ഇല എന്നാണ്, അതായത് തെങ്ങിൻ്റെ പട്ട എന്നാണ്. അപ്പോൾ ജൗസി എന്ന് വെച്ചാൽ ജൗസിൽ ഹിന്ദ് തെങ്ങ് അല്ലേ? വറക്കി ഇല, അപ്പോൾ തെങ്ങിൻ്റെ ഇല. ഓക്കെ. പിന്നെ ദാഖിൽ, ഉള്ളിൽ, ദാഖിലുൽ ബൈത്ത്, വീടിൻ്റെ ഉള്ളിൽ. നൂറ് മിസ്ബാഹ്, എന്താണ്? വിളക്കിൻ്റെ വെട്ടം. അമാമ മുമ്പിൽ, ബൈത്ത് വീട്, അമാമൽ ബൈത്ത് വീടിൻ്റെ മുമ്പിൽ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളം പറയുന്ന പോലെ അറബി പറയാൻ ശ്രമിക്കരുത്. ബൈത്ത് അപ്പോൾ വീടിൻ്റെ മുമ്പിൽ, അപ്പോൾ ആദ്യം വീടല്ലേ, അപ്പോൾ ബൈത്ത് അമാമ അങ്ങനെയല്ല പറയേണ്ടത്, നേരെ തിരിച്ചാണ് പറയേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിവിടെ വീടിൻ്റെ മുമ്പിൽ എന്ന് മലയാളത്തിൽ ഇവിടെ എഴുതി നോക്കുക. വീടിൻ്റെ മുമ്പിൽ നിന്ന് മലയാളത്തിൽ, എന്നിട്ട് മുമ്പിൽ എന്നുള്ള ഇവിടെ എല്ലാം എടുക്കണേ, അതിൻ്റെ താഴെ അമാമ, വീട് അൽബൈത്ത്. അപ്പോൾ വീടിൻ്റെ മുമ്പിൽ കണ്ടോ, അമാമയാണ് ആദ്യം വീക്കുന്നത്. ഓക്കെ. അങ്ങനെയാണ് നിങ്ങൾ മുലാഫ് മുലാഫിലേഹി മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുലാഫ് മുലാഫിലേഹി നിങ്ങൾ തിരിക്കണം. മുലാഫിലേഹിക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്തായിരിക്കും, അതിന് കസ്ർ ഉണ്ടാവും അല്ലേ? ഇവിടെ ഏതായിരിക്കും വരിക? ഉസുനുൽ ഫീലി കബീർ. ഉസുൻ എന്ന് പറഞ്ഞതാ ചെവി, അൽ ഫീൽ ആന, ആനയുടെ ചെവി, കബീറ വലുതാണ് അല്ലേ? അപ്പോൾ ഇതിലേതാണ് മുലാഫ്? ഉസുൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? മുലാഫിലേഹി ഫീൽ, ശരിയല്ലേ? അപ്പോൾ അടുത്തത് നൂറു ഷംസി ഖവിയുൻ, 100 വെട്ടം, ഷംസ് സൂര്യൻ, അപ്പോൾ സൂര്യൻ്റെ വെട്ടം എന്നാണ്. മുലാഫിലേഹി 100, മുലാഫ് 100, മുലാഫിലേഹി ഏതായിരിക്കും? ഷംസ്. ഓക്കെ. ഹാദ, ഇത് കിതാബു തിൽമീദ്, കിതാബ് ബുക്ക്, തിൽമീദ് എന്താണ്? കുട്ടിയുടെ, വിദ്യാർത്ഥിയുടെ ബുക്ക്. അപ്പോൾ ഇൻ്റെ അല്ലെങ്കിൽ ഉടെ അല്ലേ? വിദ്യാർത്ഥിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ. അപ്പോൾ ഇവിടെ ഏതാ മുലാഫ്? കിതാബ് മുലാഫ്, തിൽമീസി കണ്ട കസ്റുണ്ടില്ലേ? മുലാഫിലേഹി. പിന്നെ തിൽക്ക, അതെന്താണ്? ഷജറത്തുൽ ഫനസ്, ഷജറ എന്ന് വെച്ചാൽ മരം, അൽ ഫനസ് ചക്കയുടെ മരം അല്ലെങ്കിൽ ചക്കമരം കേട്ടോ. അപ്പോൾ ഇതിലെ മുലാഫിലേഹി ഫനസാണ്, മുലാഫ് ഷജറത്താണ്. അടുത്തതോ അഷം, എന്താണ്? അഷമ്മു റായിഹത്തി വർദ്ദിൻ, അഷമ്മു റായിഹത്തി വർദ്ദിൻ, എന്ത് മണമാണ്? റായിഹ, അഷമെന്ന് വെച്ചാൽ എന്ത് മണം, റായിഹ മണം, എന്ത്? വർദ്, എന്തിൻ്റെ? വർദ്, റോസാപ്പൂവിൻ്റെ മണം എത്ര സുഗന്ധമുള്ളതാണ് എന്നാണ്. അഷമ്മ് എത്ര സുഗന്ധമുള്ളതാണ്, റായിഹത്ത് മണം. അപ്പോൾ വർദ് മുലാഫിലേഹി, റായിഹത്ത് മുലാഫ്. ഹാഫിളു അല, നിങ്ങൾ പാലിക്കണം എന്ത്? നലാഫത്തൽ ബിഅ, പരിസ്ഥിതിയുടെ ശുചിത്വം. അപ്പോൾ നലാഫ എന്ത് വരും? നലാഫ മുലാഫ്, ബിഅ മുലാഫിലേഹി. ഉഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. മൗജൽ ബഹർ, മൗജ് എന്ന് വെച്ചാൽ എന്താ? മൗജ് തിരമാല, അൽ ബഹർ കടൽ. അപ്പോൾ കടലിൻ്റെ തിരമാല, മുലാഫിലേഹി ഏതാ? ബഹർ. നഷ്റബ്, നമുക്ക് കുടിക്കാം. ഹലീബൽ ബക്കറ, പശുവിൻ്റെ പാൽ. അപ്പോൾ പശുവിൻ്റെ എന്ന് വരുന്ന ഇത് മുലാഫിലേഹി, ഇത് മുലാഫ്. ഓക്കെ. അങ്ങനെ മുലാഫ് മുലാഫിലേഹി തിരിച്ചെഴുതണം. ഇവിടെ വേറെ കുറേ ഉദാഹരണം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഇതെന്താണിത്? തുമ്പിക്കൈ, ഇതേതാണ്? ഫീൽ. അപ്പോൾ ആ വാക്കാണ് ഇവിടെ നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇതിനെന്താ പറയുക? ഖുർത്തൂം എന്നാണ്. ഖുർത്തൂം അൽ ഫീൽ. അപ്പോൾ ഖുർത്തൂമുൽ ഫീലി എന്ന് തന്നെ എഴുതണം, തെറ്റിപ്പോരുത്. ഖുർത്തൂമുൽ ഫീലി. പിന്നെ ഇവിടെ വെള്ളമുണ്ട്, കിണറുമുണ്ട്. അപ്പോൾ എന്ത് വരും? മാ ഉൽ
കിണറിന് നമ്മൾ പറയാം ബിർ. അപ്പം മാ ഉൽ ബിരി നഖിയുൻ, കിണറിലെ വെള്ളം നഖിയും തെളിഞ്ഞതാണ് എന്ന് പറയാം. അടുത്തതാ, ഇവിടെ എലിയുണ്ട് മരവുണ്ട്. അപ്പം വറക്ക് എന്ന ഇലയ്ക്ക് പറയും അല്ലേ, വറക്കു. ഇതിനെന്താ പറയുക, ഷജറത്ത്. അപ്പോൾ വറക്കു ഷജറത്തി അഖ്ലറുൻ, അഖ്ലർ മാതാ പച്ച നിറമാണ്. പിന്നെ ഇത് കഴുത്ത്, ഇത് ജിറാഫ്. അപ്പോൾ ജിറാഫിൻ്റെ കഴുത്ത് എന്നാണ്, കഴുത്തിന് വാക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഒഴുനുക്ക്. ഇതിനെന്ത് പറയുക നമ്മൾ, ഒഴുനുക്കു സറാഫത്തി, നീളമുള്ളത് എന്നുള്ള വാക്കേതാ, തൊവീലുൻ. ഒനുക്കു സറാഫത്തി തൊവീലുൻ. മാഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഓക്കെ. ഇതിലെ എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ പാഠം മുതൽ മുഴുവൻ പാഠങ്ങളും ഈ ചാനലിൽ തന്നെ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതായത് 1ാമത്തെ യൂണിറ്റ് മുതൽ 6ാമത്തെ യൂണിറ്റ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അത് നിങ്ങൾ പോയി കാണാവുന്നതാണ്. ഇനി വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിൽ വരും. അത് നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. അവസാനത്ത് നോക്കാം, എന്താണ് ഇത്, കവർ ഇല്ലേ, ഇത് ജൗവാൽ മൊബൈൽ. അപ്പോൾ കവറിന് എന്താ പറയുക, ഖിലാഫ്. ഇപ്പോൾ ഇഷ്തറൈത്തു, ഞാൻ വാങ്ങി, എന്ത് വാങ്ങി, ഇതിന് ഖിലാഫ് എന്നാണ് പറയുക. ഇപ്പോൾ ഖിലാഫൽ ജൗവാൽ, ഖിലാഫൽ ജൗവാലി എന്ന് എഴുതാം. ഇഷ്തറൈത്തു ഖിലാഫൽ ജൗവാൽ. ഓക്കെ, ഇവിടെയല്ലേ? എത്രയോടുകൂടി നമ്മുടെ ആക്ടിവിറ്റികളൊക്കെ കഴിഞ്ഞു. ഇതിൽ ഇവിടെ കുറച്ച് മുഫ്രദ് ജമ്മുകളുണ്ട്. ഹാജത്തുൻ ജമ്മ്, ഹവായിച്ച് ആവശ്യം, യതീം അനാഥൻ ഐതാം, ജദീദ് പുതിയത്, ജുദദ്, ഈദ് ആഘോഷം, അയാദ്, ദീന് മതം, അദിയാൻ, വതൻ നാട്, ഔത്താൻ, ലൗനുൻ നിറം, അൽവാൻ, ഷഅബുൻ സമൂഹം, ഷുഊബ് ഖബീല ഗോത്രം, ഖബായിൽ ഗോത്രങ്ങൾ. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.